ചേട്ടനിപ്പോ പോലീസ് സ്റ്റേഷനിലാണോ താമസം? താമസമൊന്നും ഇല്ലെന്നേ, പിന്നെ തീറ്റ കൊടുക്കാൻ വേണ്ടി മാത്രം പോണതാ. ഓ, മണിക്കല്ലേ എടുക്കുന്നേ? ആ പെൺകുട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴാ കഷ്ടം. ആ കൊച്ചിന്റെ അമ്മ എങ്ങാനും ഇനിയും വരൂ? ഏയ്, വേറെ സ്ഥലം കണ്ടി പുറത്തെങ്ങാണ്ടുവാ. മകൻ്റേത് കല്യാണം വരെ മാത്രമുള്ളൊരു പ്രേമബന്ധമായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ പ്രേമമൊക്കെ പോയി. അവനെ ഇഷ്ടപ്പെട്ട പോലെ അവൻ്റെ ചുറ്റുപാടുകളോട് പൊരുത്തപ്പെടാൻ ആ പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല. വീട്ടിൽ അറ്റാച്ച്ഡ് ബാത്റൂമില്ല, മൊബൈലിന് റേഞ്ചില്ല. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വലുതായി. പിന്നെ ഒരു കുഞ്ഞുകൂടി ആയപ്പോൾ സൗകര്യങ്ങളൊക്കെ മതിയാവാതായി. അങ്ങനാണെങ്കിൽ ലതാ, തനിക്ക് ഭാര്യ മക്കളൊന്നുമില്ല? ഇല്ലെന്നേ. ഒരു കണക്കിന് നന്നായി. സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിച്ചാൽ മതിയല്ലോ. വീട് നന്നാക്കാൻ കുറെ പൈസ വേണമായിരുന്നു. ജയ്പൂരിൽ ഒരു കെമിക്കൽ കമ്പനിയിൽ ജോലി കിട്ടിയപ്പോൾ അവൻ അങ്ങോട്ട് പോയി. അവിടുത്തെ ഏതോ എക്സിബിഷനിലെടുത്ത ഫോട്ടോ ആണ്. ഈ ഫോട്ടോ കണ്ടത് മുതൽ കൊച്ചുമോൾക്ക് ഒരേ ഒരു നിർബന്ധം, ഇതുപോലൊരു തത്ത വേണമെന്ന്. ബാക്കി ഞാൻ തന്നോളാം. ഇതൊരു 30,000 രൂപയുണ്ട്. ഇതെടുത്തിട്ട് ആ തത്ത എനിക്ക് തരണം. മരിച്ചുപോയ എന്റെ മകന്റെ ആഗ്രഹം. അച്ഛൻ തത്തയെ കൊണ്ടുവരുന്നതും കാത്ത് അവള് വീട്ടില് അവന്റെ മോൾക്ക് വേണ്ടിയാ. തത്ത എനിക്ക് തരണം. എന്റെ മകൻ പോയി. മോന്റെ ചേച്ചിക്ക് കുറെ സമ്മാനങ്ങളൊക്കെ കിട്ടൂലേ, അതേപോലെ ഒരാൾക്ക് കൊടുക്കാനുള്ള സമ്മാനമായി കൂട്. എഞ്ചടി കള്ളി. ഹലോ, താനിവിടെ പോലീസ് സ്റ്റേഷനാണോ നടത്തുന്നത് അതോ കാഴ്ച ബംഗ്ലാവോ? സോറി മാഡം, എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ ആനിമൽസിനെയും ഇവിടുന്ന് മാറ്റുന്നുണ്ട്. സ്റ്റോപ്പ് ഇറ്റ്. അയാൾ അതിന്റെ എല്ലാ പേപ്പറുകളും ലൈസൻസ് സബ്മിറ്റ് ചെയ്തതല്ലേ? ആ ആനിമൽ പ്രൊട്ടക്ഷൻ അതോറിറ്റിക്കാരെ ഇട്ടിട്ട് പോവുകയും ചെയ്തു. അയാൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവറ്റകളെ മാറ്റണമെന്നാണല്ലോ കോർട്ട് ഓർഡർ. അവിടെ നിന്ന് അതിനെ കൊണ്ടുപോയിക്കൊള്ളാൻ ഞാൻ പറഞ്ഞു മാഡം. പക്ഷേ അവിടെ കടിക്കല്ലേ ചെവി കടിക്കല്ലേ കള്ളി. നോൺസെൻസ്. ഇവളോട് പറഞ്ഞതാ മാഡം. അതിന്റെ ഗാർഡിയനോട് എല്ലാത്തിനും അവിടുന്ന് കൊണ്ടുപോകാൻ പറയണം. അയാൾക്ക് പോകാൻ വേറെ സ്ഥലമില്ല മാഡം, അതാ. പിന്നെ ആ നക്ഷത്രാമയെ വിൽക്കാൻ നോക്കിയ ആളെ കോർട്ടിൽ പ്രസന്റ് ചെയ്തോ? ഇല്ല മാഡം, ആ കേസ് തള്ളിപ്പോവും. വൈ? അത് സാധാരണ ആമയായിരുന്നു. അതിനെ പെയിന്റ് അടിച്ച് നക്ഷത്രയാമയാക്കി അറബിക്ക് വിൽക്കാൻ ശ്രമിച്ചതാ. അതാ ഞാൻ പിടിച്ചത്. തനിക്ക് കിട്ടുന്നതൊക്കെ ഇങ്ങനത്തെ കേസാണല്ലോ. ഗോതമ്പ് തീർന്ന ഉണ്ട് സാറേ. അയാളുടെ കയ്യിൽ ഇനിയും കുറെ ജീവികൾ ഉണ്ടെന്നാ കേട്ടത്. സാറേ, ഇതിന് വല്ല ക്യാരറ്റ് മേടിച്ചു കൊടുക്കട്ടാ. വെളുപ്പിന് 5:30 മണിക്ക് എണീറ്റതാ. വെളുപ്പിന് 5:30 മണിക്ക് എണീക്കാൻ നീയാളെ ഗുരുവായൂർ മേൽശാന്തിയാ. ഞാൻ നോണയല്ല സാറേ, ഒരു 5:30-6 മണിയായപ്പോ ഈ കോഴിയെല്ലാം കൂവാൻ തുടങ്ങിയിട്ട് ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല. മുമ്പിൽ 2 കുതിരകട കാണാമോ? ഇല്ല. ആ എന്നാ നിർത്തിക്കേ.
പനയോല കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ നീ ഇങ്ങോട്ട് മാറിയേ മാറിയേ. ഏയ് നീ മാറടാ. ആ നീ കയറി പോട്ടെ പോട്ടെ ഇങ്ങട്. എങ്ങോട്ടാ? വലത്തോട്ട് ഓടിച്ചെടുക്കറ ഇറക്കാ. ആ സിയുടെ വീട്ടിൽ നിന്ന് ഞാൻ പന വെട്ടിയെന്ന് മൂപ്പര് അറിയരുത് കേട്ടോ. ഔത്തും ഒന്ന് കൈവച്ചെന്നേ. ഒന്ന് പോയി ഹെൽപ്പ് ചെയ്ത് കൊറോ. ശരി സാർ. ജനമൈത്രി പോലീസ് ഇപ്പം മൃഗമൈത്രി പോലീസായി. ചേട്ടാ ആ ഒരു ആനവാള് തരാവോ? എന്തിനാ? പേടി മാറാനാ. ആ നോക്കട്ടെ. ഏയ് വേണ്ട വേണ്ട വേണ്ട. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ആർക്കും പോലീസിനെ പേടിയില്ലാണ്ടിരിക്കുക. അല്ല എന്താ തന്റെ പ്ലാൻ? എവിടെയെങ്കിലും പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കണം. അതിപ്പോ കുറെ എണ്ണത്തിന് ഒഴിവാക്കിക്കൂടെ? അറക്കാൻ പോത്തിനെ മേടിക്കണ പോലെ അല്ലല്ലോ, വളർത്താനല്ലേ. അതിനൊക്കെ താല്പര്യമുള്ള ഒരു വന്നം. പറത്തി വിട്ടാലും ജീവിക്കൂലല്ലേ? എവിടെ? തനിക്കിതല്ലാതെ വേറെ വല്ല ബിസിനസ് ഉണ്ടോ? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. എന്തിനാ? ലക്ഷങ്ങൾ വിലയുള്ള ജീവികളല്ലേ കയ്യിലുള്ളത് അല്ലേ? യേശുവാസിനൊരു പാട്ട് പാടണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? അറിയില്ല. എന്നാലും ചുമ്മാ പറന്നേ. അതിപ്പോ ദാസേട്ടനല്ലേ, എത്ര ലക്ഷം കൊടുത്താലും നഷ്ടമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പാട്ട് തന്നെ യേശുവാസ് വീട്ടിലിരുന്ന് ചുമ്മാ പാടിയ പൈസ കിട്ടുമോ? അതില്ല. ഇതും അതുപോലെ ആവശ്യക്കാര ആഗ്രഹത്തോടു കൂടി വരണം. അല്ലെങ്കിൽ ഇതൊക്കെ കയ്യിലിരുന്ന വരവല്ല, ചെലവാ. യേശുവാസിന്റെ കാര്യം ഓർത്ത് താമസിപ്പിക്കേണ്ടത്. KG മാർക്കോസ് ഇല്ലേ, എന്റെ സുഹൃത്താണ്. വെള്ളയും വെള്ളയിട്ട് നടക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്: പ്രതിച്ഛായ. ഗീവർഗീസ് വെറും ഒരു പയ്യനല്ല, പുണ്യാളനാ, പുണ്യാളൻ. എന്റെ നിരപരാധിത്വം തെളിയിച്ച ഗീവർഗീസ് പുണ്യാളൻ. കാറിന്റെ സീറ്റിന്റെ അടിയിൽ ഒരു തത്തയെ കിട്ടുമ്പോ താനും എന്നോട് പറയണ്ടേ? അത് പിന്നെ ചേക്കേറാൻ ഒരു ചില്ലയില്ലാതെ വന്നപ്പോ മുട്ടയിടാൻ കയറിയാണെന്ന് വിചാരിച്ചു. 24 എനിക്ക് രാശിയില്ലാത്ത ഡേറ്റാ. ആ വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ ഈ കേസ് ഇവന്റെ തലയെ കെട്ടി വെച്ച് രക്ഷപ്പെടാമായിരുന്നു. ഒരു 200 കോടി അഴിമതി കാണിക്കേ, എന്നിട്ട് അതെന്താ കെട്ടിയൊക്കെ അതിനൊരു അന്തസ്സുണ്ട്. ഇതേമാതിരി തത്ത കെട്ടാന് അയ്യേ. ഒന്നും മിണ്ടാത്തത്. അവനിപ്പോ ഇവിടെ നിന്ന് താമസിക്കാനേ നമ്മുടെ വീട്ടിൽ സ്ഥലം കൊടുക്കണമെന്നു. ഇവിടെയോ? അയാളോട് കുറച്ച് കാശ് കൊടുക്കാമെന്ന് പറ. കാശും ഭീഷണിയൊക്കെ നമ്മളെ പോലുള്ള മനുഷ്യർക്കല്ലേ. 24 മണിക്കൂർ മൃഗങ്ങളിലൂടെ ജീവിക്കുന്ന അയാൾക്കെന്താ അവറ്റകളെ കൊണ്ട് താമസിക്കാൻ ഒരു സ്ഥലം വേണം. അതിനായി വീട് ചോദിക്കുന്നത്. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും. അതിന് അയാളുടെ കൈ നീർക്കോലില്ലല്ലോ. എന്നെ കൊണ്ടൊന്നും. അതെ, തൽക്കാലം ഈ പ്രശ്നത്തിൽ നിന്ന് ഉരണം. എടാ, നീ വിചാരിച്ചയാൾക്ക് വാടകയ്ക്ക് ഒരു വീടെടുത്ത് കൊടുത്തുകൂടെ? അതൊന്നും വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. അത് അയാൾക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. നമ്മുടെ വീട് കൊടുത്താലോ? ഉദയേട്ടൻ അവിടെ താമസിക്കുന്നതിന് തന്നെ 100 കൂട്ടം പരാതിയാ. ഇവൾക്ക് ഞാനും. നീ എന്തിനാ അവളെ മാത്രം കുറ്റം പറയുന്നത്? എബ്രഹാമിന്റെ വാക്കും കേട്ട് അയാളെ പെരുവഴിയിലാക്കാൻ നീയും കൂട്ടുന്നതല്ലേ? നാട്ടുകാരൊരു ആവശ്യം പറയുമ്പോൾ ഞാൻ പിന്നെ ഈ നാട്ടുകാർ തന്നെയല്ലേ അന്ന് ആനയ്ക്ക് മതം ഇളകിയപ്പോ നിന്നെ കുറ്റം പറഞ്ഞോണ്ട് ഓടിയത്? അന്ന് അയാളില്ലായിരുന്നേ കാണാമായിരുന്നു.